30 CR നമ്മുടെ ഇപ്പം മിന്നൽമുരളി ആണെങ്കിൽ കൂടി 27 ചെയ്തിട്ടുണ്ടായി. അത് വെച്ച് നോക്കുമ്പോൾ ഗംഭീര വർക്കാണ്. ഹനുമാൻ സ്വാമി അങ്ങനെ ഞെട്ടിച്ചോ? അങ്ങനെയല്ല, എന്താ പറയുക, ഗുഡ്. നമ്മൾ ആ സ്പിരിച്വൽ ലെവല് കണ്ടാൽ മതി. നല്ല പടമാണ്. വിഷ്വൽസ് ഒക്കെ നൈസായിട്ടുണ്ട്, അത്യാവശ്യം കണ്ടിരിക്കുക, കുഴപ്പമില്ല. ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല പടമാണ്. ആവറേജ് കണ്ടിരിക്കുക. കാരണം അതിൻ്റെ ഗ്രാഫിക്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ആക്ഷൻ സീൻസ് എല്ലാം ഉണ്ട്. എന്തായാലും നല്ലൊരു പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് പാർട്ട് ഭയങ്കരമായിട്ട് എടുക്കും, അത്രക്കും ഗംഭീരമായിട്ട് VFX ചെയ്തിട്ടുണ്ട്. എൻജോയ് ചെയ്യാനുള്ളവർക്ക് വരാം. നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലിയായിട്ട് ഓഡിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഡബിങ് അടിപൊളിയായിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഹനുമാൻ ലോജിക്കൊക്കെ മാറ്റി വെച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കാരണം ആദിപുരുഷൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് VFXും ഗ്രാഫിക്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തേജയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്, പ്രശാന്ത് വർമ്മയാണ് ഡയറക്ഷൻ. പിന്നെ തമിഴിലെ നമ്മുടെ വില്ലൻ അല്ലെങ്കിൽ ഫേമസ് ഒരു ആക്ടർ വിനയാണ് വില്ലൻ റോൾ ചെയ്തേക്കുന്നത്. ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം കൊള്ളാം, തിയേറ്റർ വാച്ചുകളാണ്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കത്തും, ഇവിടെ കത്തുമെന്ന് എനിക്കറിയില്ല. കാരണം സയൻസും റിലീജിയനും തമ്മിലുള്ളൊരു അങ്ങനെ ഒരു രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കേണ്ടത്. ഓവറോൾ കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ഒരു ഫാൻറ്റസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാനെന്താ പറഞ്ഞത്, ഈ ഫാൻറ്റസി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഗംഭീര പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഈ മൂവിയാണ്, നല്ല അടിപൊളിയാണ് കണ്ടിരിക്കുക തിയേറ്ററിൽ. നല്ല സൗണ്ട് എഫക്ട്സ്, നല്ല മ്യൂസിക്, പിന്നെ മൊത്തത്തിൽ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നൊരു ചിത്രമാണ്. ലോജിക്ക് നോക്കരുത്, അങ്ങനെ നോക്കാതിരിക്കുകയാണെങ്കിൽ പടം കണ്ടിരിക്കുക. ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം. ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ല.